ഇടുക്കി കട്ടപ്പനയിൽ CPM ഭരണസമിതിക്ക് കീഴിലുള്ള സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ നൽകാത്തതിനെ തുടർന്ന് നിക്ഷേപകൻ സാബു തോമസ് ബാങ്കിന് മുന്നിൽ ആത്മഹത്യ ചെയ്തിട്ട് ഇന്നേക്ക് 1 വർഷം തികയുകയാണ്. സാബുവിന്റെ മരണത്തിന് ഇതുവരെ നീതി ലഭിച്ചില്ല എന്നാണ് സാബുവിന്റെ ഭാര്യ ജനം ടിവിയോട് പറയുന്നത്. സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPM നേതാവ് BR സജിക്കെതിരെ പോലീസ് കേസ് പോലും എടുത്തിട്ടില്ല. സാബു മരിച്ചതിന്റെ ആഘാതത്തിൽ നിന്നും കുടുംബം ഇതുവരെ കരകയറിയിട്ടില്ല. നീതിക്കായി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി നൽകാത്ത പരാതികളുമില്ല. SHO മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് മേരിക്കുട്ടി പരാതി നൽകി. സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPM ജില്ലാ കമ്മിറ്റി അംഗവും ബാങ്ക് ഭരണസമിതി അംഗവുമായ VR സജി ഉൾപ്പെടെയുള്ളവർക്കെതിരെ തെളിവുകളടക്കം ഹാജരാക്കിയായിരുന്നു പരാതി. പക്ഷേ പ്രയോജനമുണ്ടായില്ല. നടപടിയെടുക്കേണ്ടവർ കണ്ണടച്ചു. സാബുവിന്റെ മരണത്തിൽ നീതി അകന്നു നിന്നു. സാബു മരിച്ചിട്ട് 1 വർഷമായി. എനിക്ക് നീതി ലഭിച്ചിട്ടില്ല. അതായത് ഞാൻ 1 വർഷം കേസ് സംഭവം നടന്നു കഴിഞ്ഞാൽ കുറേ ദിവസം ഈ കേസിന്റെ പുറകെ ഓടി. അതായത് SP-ക്ക് പരാതി കൊടുത്തു, DYSP-ക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് വരെയും പരാതി കൊടുത്തു. അവിടെ നിന്നും യാതൊരുവിധ നീതി കിട്ടിയിട്ടില്ല. പരാതികൾ DYSP-ക്ക് പരാതി കൊടുത്തു. അതായത് ഈ പുള്ളിയെ കൂടെ പ്രതിയാക്കി ചേർക്കണമെന്ന് തന്നെ ഞാൻ പറഞ്ഞു. കാരണം ഭീഷണി, VR സജിയുടെ ഭീഷണിയാണ് ഇത്രയും ഒരു അവസ്ഥയിലോട്ട് നീക്കി തന്നത്. അപ്പം ഞാൻ SP-ക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് വരെയും പരാതി കൊടുത്തു, പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ. ഇപ്പം അവിടെ ഇവിടെ നിന്നൊന്നും എനിക്ക് നീതി കിട്ടിയിട്ടില്ല. ഒരു മറുപടി കിട്ടുന്നുണ്ട്, പക്ഷെ ഇതിനകത്ത് കേസൊന്നും എടുക്കാൻ പറ്റിയാലാത്ത രീതിയിലുള്ള മറുപടികളാണ് നമുക്ക് കിട്ടിയത്. സാബുവിന്റെ മരണത്തിന് പിന്നാലെ നിയമസഹായം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത് നേതാക്കന്മാരെത്തി. പിന്നീട് ആ വഴിക്ക് ആരെയും കണ്ടിട്ടില്ല. സഹായിക്കാൻ ആരെങ്കിലും വന്നാൽ പോരാടാൻ തയ്യാറാണെന്നാണ് മേരിക്കുട്ടി പറയുന്നത്. അപ്പൊ ഞാൻ തന്നെയാണ്, എന്റെ ജീവിതം ഒരു 6 മാസമായിട്ട് ഞാൻ തന്നെയാണ് അല്ലാതെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ്. വീട്ടിലോട്ട് കയറുമ്പോൾ സാവു ഇല്ലാത്ത ഒരവസ്ഥ. കാരണം അതിന് ജീവിക്കാൻ പറ്റിയിരുന്നു. എത്ര വർഷം, എത്ര കാലം കിടന്ന് കരിക്കനിയിലായിരുന്നു ജോലി. അവിടുന്ന് കരിയും പുകയും തിന്ന് ആദ്യമേ മധ്യപ്രദേശിലായിരുന്നു, അവിടുന്ന് പിന്നെ ഓസ്ട്രേലിയക്ക് പോയത്. അപ്പോൾ വല്ലാത്ത സ്റ്റേജിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് നമ്മൾ. അതായത് സൊസൈറ്റിയിലുള്ള ഒരു പുള്ളിക്കാരിയുടെ ജോലിയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ആ പൈസ കൊണ്ട് അവിടെ ഇടാൻ നിർബന്ധിച്ചത്. പിന്നെ നമ്മൾ വേറൊരു ബാങ്ക് നോക്കിയില്ല, അവിടെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. അത് 2 വർഷം മുമ്പ് വരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ 2 വർഷമായിട്ടാണ് നമ്മൾ ഒരു വീട് മേടിക്കുന്ന പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടാണ് അന്ന് തൊട്ട് ഞങ്ങളായിട്ട്. അപ്പം ഞാനാണ് ഈ പൈസയ്ക്ക് എപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ പാവത്തിന് അന്ന് പോകേണ്ടി വന്നു. അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചിരുന്ന 15 ലക്ഷം രൂപയിൽ നിന്നും ഭാര്യയുടെ ചികിത്സയ്ക്കായി 2 ലക്ഷം രൂപയാണ് സാബു ആവശ്യപ്പെട്ടിരുന്നത്. ഈ തുക നൽകാൻ ബാങ്ക് അധികൃതർ തയ്യാറായില്ല. സാബുവിനെ ഭീഷണിപ്പെടുത്തുകയും കേസിൽ കൊടുക്കുകയും ചെയ്തതിന് പിന്നാലെ ബാങ്കിന് മുന്നിൽ സാബു ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കേസിൽ പോലീസ് പ്രതികളാക്കിയ ജീവനക്കാർ ഇപ്പോഴും ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട്. ആരോപണ വിധേയനായ CPM നേതാവ് VR സജി കട്ടപ്പന നഗരസഭാ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. സുബിൻ തോമസ്, ജനം, ഇടുക്കി.